അതായത് ബി ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസത്തിന്റെ വാർത്തയാണ്. ഇന്നലെ ഈ അദ്ദേഹത്തിന്റെ വർഗീയ പരാമർശങ്ങൾ അല്ലെങ്കിൽ വാവിട്ട വാക്കുകളൊക്കെ കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇന്നലെ അതായത് റോഡ് ഷോ പോലും ഒഴിവാക്കിയാണ്. ഒരുപക്ഷെ പത്രിക തള്ളിയാലോ ഇല്ലെങ്കിൽ അന്നൊരു തിരിച്ചടി നേരിട്ടാലോ എന്ന തരത്തിൽ അദ്ദേഹം റോഡ് ഷോ പോലും ഒഴിവാക്കിയാണ് ഇന്നലെ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. പക്ഷേ ആശ്വാസമാണ്. അപ്പോൾ ശ്രീത്ത് ബി ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ ഞാൻ ആവർത്തിക്കുന്നു, എന്നാൽ മാത്രമാണ് ഒരുപക്ഷെ ബി ഗോപാലകൃഷ്ണന് ഇനി ഒരു നിയമ നടപടിയിലേക്കൊക്കെ തന്നെ പോകേണ്ടി വരും. പക്ഷേ തെരഞ്ഞെടുപ്പ് ജയിക്കണമെന്നില്ല അനിൽ. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് അല്പസമയം മുമ്പ് നമ്മളവിടുത്തെ CPIM-ന്റെയും LDF-ന്റെയും നേതാക്കളുമായി സംസാരിച്ചിരുന്നു. അവർ മാത്രമാണ് ഒരു ഒബ്ജക്ഷൻ ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു എതിർവാദം അവർ മാത്രമാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അവർ പറയുന്നത് ഇനി അഥവാ ഗോപാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ഗോപാലകൃഷ്ണനെതിരായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. അത്തരത്തിലൊരു വർഗീയ പരാമർശമാണ് നടത്തിയത്. ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഇതിൽ രാഷ്ട്രീയത്തിൻ്റെ കാര്യമല്ല, പക്ഷേ മതം പറഞ്ഞ് ജനങ്ങളെ രണ്ടായി ഭിന്നിപ്പിച്ച് വോട്ട് നേടി അതിലൊരു രാഷ്ട്രീയ വിജയം ഉണ്ടാക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് CPIM-ന്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും നേതാക്കൾ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം ഗോപാലകൃഷ്ണൻ പറഞ്ഞത് കൃത്യമായ വർഗീയതയാണെന്ന് എല്ലാ തരത്തിലും ബോധ്യമുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാം, വരണാധികാരി ഈ വിഷയത്തിൽ ഒരു കേസെടുത്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് നീങ്ങി, അത് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് അത്തരത്തിൽ തുടർ നടപടിയിലേക്ക് നീങ്ങിയത് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വ്യക്തമായ വിവരങ്ങൾ കൃത്യമായ രീതിയിൽ നൽകുന്നുണ്ട്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഈ കേസെടുത്തിട്ടുണ്ട്, കോടതിയാണ് ഇനി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ നടപടികളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു നിലപാടാണ് ഇപ്പോൾ വരണാധികാരി റിട്ടേണിംഗ് ഓഫീസർ സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പത്രിക സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് LDF മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി C. സുമേഷ് അറിയിച്ചു കഴിഞ്ഞു. അല്പസമയം മുൻപ് നമ്മൾ അദ്ദേഹത്തോട് സംസാരിച്ചു. എന്തായാലും ഈ വിഷയത്തിൽ അല്പസമയം മുൻപ് CPIM-ന്റെ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിൻ്റെതായിട്ടുള്ളൊരു പ്രതികരണം കൂടി പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞത് ഗോപാലകൃഷ്ണ പത്രികാ സമർപ്പണ വേളയിൽ മുസ്ലിം ലീഗ് പത്രികാ സൂക്ഷ്മ പരിശോധന വേളയിൽ മിണ്ടാതിരുന്നു. അത് കൃത്യം BJP-യുമായുള്ള ഡീലിൻ്റെ ഭാഗമാണ്. ഡീലാണല്ലോ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡീൽ ആരോപണങ്ങളാണല്ലോ. അപ്പോൾ ഡീലിൻ്റെ ഭാഗമാണ് എന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ BJP-ക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ അവിടെ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയായിരുന്നു NDA ചെയ്തത്. എന്തായാലും അന്ന് 6000 വോട്ട് മാത്രമാണ് പിടിച്ചത്. 22,000 വോട്ട് 23,000 വോട്ട് ഉള്ള ഒരു മണ്ഡലമാണെന്ന് ഓർക്കണം. ആ വോട്ടിൽ ഭൂരിപക്ഷം ഏതാണ്ട് 7000-ഓളം വോട്ട് എല്ലാ സ്ഥലങ്ങളിലും UDF പിറകോട്ട് നിൽക്കുന്ന സമയത്തും ഈ ഗുരുവായൂർ മണ്ഡലത്തിൽ UDF-ന് കിട്ടി, മുസ്ലിം ലീഗിന് കിട്ടി. അത് BJP വോട്ടാണെന്ന ആരോപണവുമായി KV അബ്ദുൽ ഖാദർ രംഗത്തെത്തി കഴിഞ്ഞു. എന്നാലും ഗോപാലകൃഷ്ണൻ മത്സരിക്കാം, ആശ്വാസമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നിയമ നടപടി തുടരുമെന്ന് LDF അറിയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.